സാർ 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 എടാ പിടിച്ചു നിർത്തടാ എന്നാലേ എനിക്ക് കാര്യം പറയാം. എന്താണ് നിന്റെ ആവശ്യം? സാർ എനിക്ക് കോമഡി മാസ്റ്റേഴ്സ് സ്കിറ്റ് കളിക്കണം. നീ കൊള്ളാലടാ, നീ ഒറ്റയ്ക്ക് നിന്ന് കളിക്കോ? അല്ല ഒറ്റയ്ക്കല്ല, പിന്നെ എനിക്കൊരു കോൺസ്റ്റബിളും വേണം, ഒരു SI വേണം. ഓ അങ്ങനെ. ഇതുണ്ടെങ്കിൽ നീ സ്കിറ്റ് കളിക്കും. സൂപ്പറാക്കും. ഒരു കാര്യം ചെയ്യാം, ഇവിടുത്തെ കോൺസ്റ്റബിൾമാരും പോലീസുകാരായ എന്റെ ഇവിടുത്തെ ഓഫീസേഴ്സിന്റെ വിളിക്കാം. വിളിക്കാം. സെലിനെയും സുധയും മതിയോ? അത് മതി. അവരാണ് ഇവിടുത്തെ കോമഡി. കണ്ടാ തന്നെ കോമഡിയാ. വരൂ. വരണ വരവ് കണ്ട അപ്പോഴേ കോമഡിയാണ്. ചവിട്ടിക്കളയല്ലേ. നല്ല രീതിയിൽ ചിരിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ബാറ്ററി ഉണ്ട്, ആ ബാറ്ററി ചാർജ് ആയിക്കൊണ്ടിരിക്കും. ചിരിപ്പിച്ചില്ലെങ്കിൽ നിന്റെ ബാറ്ററി ഇറങ്ങും, അല്ലെങ്കിൽ സുധയും സെല്ലിനും ഇറക്കും. കേട്ടാ, മനസ്സിലായില്ലേ? ഒരു കാര്യം ചെയ്യും, ആ തൊപ്പി എടുത്തിട്ട് പോകും. അവസാനമായപ്പോ തിരിച്ചു താട്ടള്. അപ്പൊ ബാറ്ററി ഓണായോ? നടത്തണോ? ഇതൊരു വനിതാ പോലീസ് സ്റ്റേഷനാ. ഒറ്റ ഒരെണ്ണം കൃത്യസമയത്ത് ഇവിടെ എത്താറില്ല. SI ഞാൻ തന്നെ വേണം എല്ലാത്തിനും പുറകെ. ഈശ്വര പ്രാർത്ഥനയോട് കൂടി തുടങ്ങാം. തെളിയാത്ത കേസുകൾ കെട്ടി വെക്കാനായി ഒരു കള്ളാറാസ്കളെ തന്നേ കൈമാടുക്കുമ്പോളം കൂമ്പിനീടി ഒരു കള്ളപ്പയ്യേ. നമസ്കാരം. മനസ്സിലായില്ല? നമസ്കാരം പറഞ്ഞിട്ട് മനസ്സിലാവാത്ത സാറിനെ ആദ്യമായിട്ട് കാണുന്നത്. എന്നെ നിനക്ക് മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. പേര് നോക്കടാ. SI വാഴക്കപ്പി. അരക്കപ്പി എന്നല്ല, BA അരകപ്പി. അപ്പൊ ഇടയ്ക്കുള്ള കുത്തവിടെ? കുത്ത നിനക്കിട്ട് തരാം. ഇവനെ എന്താ കേസ്? സാറേ, ഇവനൊരു വൈറൽ താരമാണ് സാറേ. എല്ലാവർക്കും തലയിലാ തരാം, നിനക്ക് വയറിലാണല്ലോ. അതല്ലേ മേഡം പറഞ്ഞത്, ഞാൻ ഒരു ഫേമസ് ആയ ആളാണെന്ന് പറഞ്ഞത്. ഓ അങ്ങനെയായിരുന്നു. നമുക്കൊരു സെൽഫി എടുത്താലോ? സാറേ, ഇതെന്തോന്ന് കാണിക്കുന്നു? ഇവന്റെ കേസ് വന്ന സാറിന് അറിയാവോ? ഇവൻ ചങ്ങനാശ്ശേരി ഡിപ്പോയിൽ നിന്ന് ബസ് എടുത്ത് ഇവൻ പത്തനംതിട്ട സ്റ്റാൻഡിൽ കൊണ്ടിട്ടതാ സാറേ. സാറേ, ഇവന് വേണ്ടി ഞാൻ രാവിലെ മുതൽ കിടന്ന് കഷ്ടപ്പെടുവാ സാറേ. ഉള്ള വാഴപ്പനയുടെ ഇടയ്ക്കൂടെ ചാടി മറിഞ്ഞ് ഉരുണ്ട് 3 പ്രാവശ്യം. 4 പ്രാവശ്യം. 4 പ്രാവശ്യം അവിടെ കിടന്ന് ഉരുണ്ട് പരണ്ട് കെട്ടിപ്പിടിച്ച് ഞാൻ കൊണ്ടുവന്നതാ സാറേ. അപ്പൊ ഫീസ് മേടിച്ചതല്ല, നീ പിടി കൊടുത്തതല്ലേ? സാറേ, പിന്നൊരു കാര്യം, ഇവ ഇടയ്ക്കിടയ്ക്ക് ചാടി പോ, ശ്രദ്ധിച്ചോണം. ഇവൻ ഇവിടുന്ന് ചാടി പോകാനോ? മോനെ, നീ ഇവിടുന്ന് എങ്ങാനും ചാടി പോയിട്ടുണ്ടെങ്കിൽ നിന്റെ പിറകെ വന്ന് നിന്നെ ഞാൻ പിടിച്ച് തള്ളി താഴെയിട്ട് ഒരു 10 പ്രാവശ്യം അങ്ങോട്ട് ഉരുണ്ട് പെരണ്ടങ്ങ് പോയിട്ട് നിന്നെ അവിടുന്ന് ഞാൻ കേട്ടി പിടിച്ച് മോനെ. എന്തിനു ഇത്ര കഷ്ടപ്പെടുന്നു? ആ സെല്ലിന്റെ ചാവിങ്കിതാ, ഞാൻ തന്നെ തുറന്നകത്ത് പോയി കിടന്നോളാം. ഇവന്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തോണം. എന്തിനു സാറേ? നമ്മുടെ ചുമരി തൂക്കാനാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുന്ന കൊള്ളാം, എന്റെ തല മുതൽ ചെരുപ്പ് വരെ കിട്ടണം. ആഹാ, അങ്ങനെയാണെങ്കിൽ നീ ചെരുപ്പ് 2 കൂടെ തലയിലേക്ക് വെക്കും. ഞാൻ മാറിക്കട ഉടായ്പ കാണിക്കാതെ. നിന്റെ വീട്ടുകാരെല്ലാം വലിയ ഫേമസ് ആയ കള്ളന്മാരാന്ന് കേട്ട്. ഒരാൾക്ക് ചെറിയ മാറ്റമുണ്ട്. എന്റെ അപ്പൂപ്പൻ ലോകം അറിയപ്പെടുന്ന വലിയൊരു ഗുണ്ടയാണ്. അപ്പൂപ്പ ഒരു 3 വരെ കണ്ടു കഴിഞ്ഞാൽ ഒരു 10-30 ഓടി ഇങ്ങനെ നിരത്തി അങ്ങ് വെക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് തലക്കടിച്ച് അങ്ങ് പൊട്ടിക്കും. പിന്നെ അപ്പൂപ്പൻ എന്തിയേ? ആ പൊട്ടിയ ഓടിനകത്ത് വിളക്കായിട്ട് നെരിയുന്നു. പറ മേഡം. എടാ, നീ എന്തിനാടാ സർക്കാരിന്റെ വണ്ടി മോഷിച്ചോണ്ട് പോയത്? എനിക്ക് സർക്കാർ വണ്ടി ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എടുത്ത കാര്യം മാത്രം ഞാൻ പറയൂല. എടാ, നീ സത്യം പറയാനാ പറഞ്ഞത്? പറയൂന്നല്ലേ പറഞ്ഞത്. മോനെ, എന്തിനാടാ ബസ് മോഷ്ടിച്ചത്? പറയടാ. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഉറുമ്പായിരുന്നു. എല്ലാ പഞ്ചസാര ചാക്കിലും ചെന്ന് കേറി കൊടുക്കും. നീ എങ്ങോട്ടാടാ റൂട്ട് മാറി പോന്നേ? ഈ മേഡം എന്റെ ഫോട്ടോ പത്രത്തിൽ വരുത്തിക്കേ ഉള്ളു. എന്തിനാടാ നാണമില്ലാത്തന്നെ പട്ടി കിടന്ന് മോങ്ങുന്ന പോലെ മോങ്ങുന്നേ? 2 കൂടെ ചന്നാ പിന്നെ വാരിപ്പറക്കിട്ട് ഇടിക്കുമ്പം ഞായിരുന്നു ഊ അണ്ടവാ ഉപ്പ് കണ്ടവാ എന്ന് പാടിയ മതിയോ സാറേ?
എന്ത് രസമായിരുന്നടാ. നീ ഏത് ട്രൂപ്പിലുള്ളതാടാ? ഞാൻ കൊല്ലം അമ്മണിയിലുള്ളതാ. ആഹാ, അത് ശരി. ഇതെന്താ കയ്യിലെ പൾസ് നോക്കിയാണോ? അല്ലല്ലോ, നിന്റെ പോക്കറ്റിലെ പേഴ്സ് നോക്കുക. നിനക്ക് ഇറങ്ങി പോവണ്ടേ ഇവിടെ? ഞാൻ ഇറങ്ങി പോണ്ടേ ഇവിടെ നിന്ന്? എന്നാ കൊല്ലം അമ്മണി ഇങ്ങോട്ട് ഇറങ്ങി വന്നാട്ടെ. നീ എല്ലാ വണ്ടി ഓടിക്കൂ. ഈ വണ്ടി എല്ലാ വണ്ടി ഞാൻ ഓടിക്കും. എന്നാ നീ ഇവിടുത്തെ സൈക്കിൾ ഒന്ന് ഓടിച്ചു കാണിക്കും. അതിനോട് സൈക്കിൾ ഇല്ലല്ലോ. ഇങ്ങോട്ട് മാറിക്കടാ. ഇതാ സൈക്കിള്. ഈ സൈക്കിളെ ഇങ്ങനെ അങ്ങ് കേറണം. പിടിച്ചിട്ട് കേറിയിട്ടുണ്ടല്ലോ, ഇങ്ങനെ 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 അങ്ങ് ചവിട്ടിയാ മതി. ഇത്രയേ ഉള്ളൂ. പറ്റൂല സാറേ, എന്റെ മുട്ടാണ് പ്രശ്നം. എനിക്ക് മുട്ടാത്തതാടാ പ്രശ്നം. കേട്ടോ സാറേ? സാറേ ഇവൻ ഉടായ്പ കാണിക്കുന്നുണ്ടോ? സൈക്കിൾ ചവിട്ടുന്നില്ല സാറേ. എന്താടാ സൈക്കിൾ ചവിട്ടാത്തെ? ഇറങ്ങി പൊക്കോണ്ടിരിക്കുകയാണ് സാറേ. ഇറങ്ങിക്കൊണ്ട് പോവാ പാപം. സാറേ ഇവനെ അങ്ങനെ സൂചിപ്പിക്കാൻ വിടരുത് സാറേ. ഇവൻ കാര്യം ചെയ്യും, ഇവന്റെ സൈക്കിളിന്റെ ബാക്കിൽ ഒരു വെയിറ്റ് വെച്ച് കെട്ടിക്കൊടുക്ക് സാറേ. എന്ത് വെയിറ്റ് വെക്കാനാ? സാറ് തന്നെ കേറിയിരിക്കണം. ഞാൻ കേറി വെയിറ്റ് ആവും. കേറിയിരിക്കാം അല്ലേ? ഓ, സൈഡ് ചാരി എന്റെ ബാലൻസ് തെറ്റൂലേ? വേണമെങ്കിൽ അപ്പുറം ഇപ്പുറം കാലിട്ടിരിക്കും. അയ്യോ, ഇതെവിടെ കയറിയിരിക്കുന്ന? എന്റെ സീറ്റ് കയറിയാൽ ഞാൻ പിന്നെ എവിടെ നോട്ടിക്കും? അപ്പുറത്ത് പെണ്ണു പിള്ളേ. കട്ടൊന്നും ചാടല്ലേടാ. മാഡം പിടിച്ചിരിക്കണേ. ആ പൂതി നിന്റെ മനസ്സിലിരിക്കട്ടെ. എങ്ങനെയുണ്ട്? ബാലുക്കരടി തേനെടുക്കാൻ പോകുന്ന പോലെ ഉണ്ട്. എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല സാറേ. ഒന്നും പറഞ്ഞില്ല. ഞാനൊന്നും പറഞ്ഞില്ല സാറേ. മേലെ ഇനി ബാലുക്കരടി വിളിച്ചേക്കരുത്. കരടി. എടാ മോനെ, ഓ, എന്നെ കണ്ട കരടിയെ പോലെ തോന്നുന്നു. ഒരു മിനിറ്റ് സ്റ്റാൻഡിലോട്ടെ. എന്താ മാഡം? എന്നെ കണ്ട കരടിയെ പോലെ തോന്നുന്നു. ആരാ പറഞ്ഞു മാഡം കരടിയെ പോലെ ഇരിക്കണമെന്ന്? ഇനി മേലാന്ന് പറഞ്ഞില്ല കേട്ടല്ലേ? അങ്ങനെ തോന്നുന്നില്ല മാഡം. കറക്റ്റ് ഒറാങ്കുട്ടൻ. കണ്ടോ, കൊച്ചു പിള്ളേരോട് ചോദിച്ചാൽ അവര് കറക്റ്റ് പറയോ? അവൻ ഇംഗ്ലീഷിൽ പറഞ്ഞതുണ്ടല്ലോ, ഞാനേ സുന്ദരിയാന്ന്. ആ കറക്റ്റ്, കരടി സുന്ദരി. കരടി മാപ്പിളയാടി. എന്റെ മാപ്പിളക്ക് പറഞ്ഞോടി നീ. നിർത്ത്. സാറ് നിർത്തും. സാറാ? ഇവിടെ അച്ഛൻ മരിച്ച പോസ്റ്റിലാ ഇവൾ ഇവിടെ കേറിയത്. ഇവിടെ അച്ഛൻ മരിച്ചത് എങ്ങനെയാന്ന് സാറിനറിയാവോ? എങ്ങനെയാ? ഇവിടെ കൊച്ചിന്റെ ബർത്ത്ഡേക്ക് മിഠായിയാന്നും പറഞ്ഞോണ്ട് ഇവിടെ അച്ഛന് കൊടുത്തതേ സൈനൈഡ് ആയിരുന്നു. സൈനൈഡാ? ഓ അല്ല, പച്ചക്കള്ളവാ സാറേ, പച്ചക്കള്ളവാ സാറേ. നീ ഇന്ന് നോക്ക്, ഇവക്ക് പൊക്കം ഉണ്ടോ? ഇല്ല, പൊക്കം ഇല്ല. ഇവക്ക് SI-യുടെ പോസ്റ്റ് കിട്ടാനുള്ള പൊക്കം ഉണ്ടോ? SI ആവുള്ള പൊക്കം ഇല്ലല്ലോ, പിന്നെ എങ്ങനെ SI ആയത്? ഞാൻ പറയാതെ പറ്റി. SI ടെസ്റ്റിന് വന്ന പോലീസുകാരന്റെ ഷൂവിന്റെ മണ്ട കേറി നിന്നാ ഇവിടെ പൊക്കം നോക്കി. എടി അനാവശ്യങ്ങൾ പിന്നെ എന്നെ കൊണ്ട് നിർത്ത്. ഇത് പോലീസ് സ്റ്റേഷനാണോ ചന്തയാണോ? ചന്ത. എനിക്ക് തുടങ്ങിക്കോ. സാറേ ഇവിടെ നിന്ന കള്ളൻ എന്തിയാ സാറേ? പോയി നോക്ക്. പോയി സാറേ. ഓ എന്റെ ദൈവമേ, ഞാൻ ഇനി അവനെ എവിടെ ചെന്ന് പിടിക്കും? സാറേ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ അവനെ പോയി പിടിച്ചുരുട്ടി കെട്ടി പിടിച്ച് കൊണ്ടുവരട്ടെ സാറേ? Get out! സെലിൻ ചേച്ചി, ശ്രീരാജ് ആൻഡ് സുധി ചേച്ചി നല്ല പെർഫോമൻസ് ആയിരുന്നു. സെലിൻ ചേച്ചിയുടെ തുടക്കത്തിൽ ആ നടന്നു വരുന്നുണ്ടല്ലോ, ഭയങ്കര രസമായിരുന്നു അല്ലേ? എവിടെ സ്ഥലം എവിടെയാ ചേച്ചിന്റെ? എന്റെ പന്തളം. പന്തളം കുളനടയെന്ന് പറയും. ആ കുളനട കേട്ടിട്ടുണ്ട്, പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ അവിടെ. സ്വന്തം വീട് കോട്ടയത്ത് ഏറ്റുമാനൂര്. അടിപൊളി. സുധി ചേച്ചി എവിടെയാ സ്ഥലം? എന്റെ പത്തനംതിട്ട കടമനിട്ട. പത്തനംതിട്ട. ഓക്കെ. കടമനിട്ട. സെലീൻ ചേച്ചീന്റെ വേണ്ടിട്ടൊരു വലിയൊരു കൈയടി. നമ്മള് ഈ ബാറ്ററി ചാർജ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു നെർവസ്നെസ് ഉണ്ടാവും. പക്ഷെ ചേച്ചി തുടക്കത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീരാഗും സുചേച്ചിനും ഒരു കോൺഫിഡൻസ് കിട്ടിയത് അല്ലേ? ബിക്കോസ് ചേച്ചി നോൺ സ്റ്റോപ്പ് അതിൽ ഒരുപാട് വേരിയേഷൻ ഉണ്ടായിരുന്നു. ഇതല്ല ചേച്ചി ഇതിന്റെ മുമ്പേ കോമ്പറ്റീഷനുള്ള സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ചെറിയ ഒരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് ചേച്ചീൻ്റെ ആ ക്യാരക്ടർ, ആ ചേച്ചീൻ്റെ ബോഡി ലാംഗ്വേജ് എല്ലാം അതിൽ ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു. കൺഫ്യൂസ്ഡ് ഒരു ഓഫീസറിന്റെ ഒരു ഇത് നന്നായി ചെയ്തു. അതേപോലെ വേറെ എക്സ്ട്രീം ആയിട്ടാണ് സൂചിച്ചത്. നിങ്ങൾ രണ്ടാളുടെയും ക്യാരക്ടറിൽ ഒരു ഇതുണ്ടായിരുന്നില്ല. ഭയങ്കര ഡിഫറെന്റ് ആയ ഒരു ക്യാരക്ടറാണ്. നന്നായിരുന്നു. ശ്രീരാഗ് എനിക്ക് തോന്നുന്നു ഇതിൽ മോർ ഓഫ് എ സപ്പോർട്ടിങ് റോളായി. ഇവർ രണ്ടുപേരും നന്നായി
സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 3 പേരും നല്ല ടീം, നന്നായി വൺ ലൈനേഴ്സ് ഉണ്ടായിരുന്നു, നന്നായി ചിരിച്ചു. പക്ഷെ എന്തായാലും സൂപ്പർ. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഈ ഓരോ നടക്കുകളിൽ തന്നെ വെറൈറ്റിയാണ്. അതെ, ഇപ്പൊ അങ്ങോട്ട് നടക്കല്ല, പിന്നെ തിരിച്ചിങ്ങോട്ട് വരും. ആദ്യത്തെ എൻട്രി നടത്തും, അത് കഴിഞ്ഞ് വേറെ ഒരെണ്ണം. ഗംഭീരായിരുന്നു. അടിപൊളി അടിപൊളി സൂപ്പർ. പാട്ടും അടിപൊളിയായിരുന്നു. അതെ, തുടക്കത്തിലെ പാട്ട് പ്രാർത്ഥന, ഈശ്വര പ്രാർത്ഥന സെലിൻ തന്നെ എഴുതിയതാ. എഴുതിയാണോ? അടിപൊളി. നാട്ടിൽ നടന്നൊരു കഥ ഞാൻ പറയാം. നാട്ടില് ഒരു കുടിയൻ കുറച്ച് അത്യാവശ്യം ഇങ്ങനെ കുടിച്ച് ലൈഫ് സ്വന്തമായിട്ട് ഇങ്ങനെ നശിപ്പിച്ച് നടക്കുക. അപ്പൊ എല്ലാരെയും കൊണ്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് നന്നാക്കാൻ, നടക്കുന്നില്ല. ഒരു സുപ്രഭാതത്തിൽ ഒരു ഫോൺ കോൾ വരുന്നു ഇദ്ദേഹത്തിന്റെ ഫോണില്, ഈ പറയുന്ന കുടിയന്റെ ഫോണിലേക്ക്. ഭയങ്കര ബോൾഡായിട്ട് സംസാരിക്കുന്ന പൗരുഷമുള്ള ഒരാള് വിളിച്ചിട്ട് ആറഞ്ഞം പുറഞ്ഞം വഴക്ക് പറഞ്ഞു, ദേഷ്യപ്പെട്ടു. അന്ന് അദ്ദേഹം അങ്ങ് പേടിച്ചിട്ട് പിന്നെ കുടിയൊക്കെ അങ്ങ് നിർത്തി മാന്യനായി. ആരാണ് വിളിച്ചതെന്നറിയാം. മറ്റേ മിന്നൽ മുരളിയൊക്കെ പോലെ ആരാണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. പിന്നെ നാട്ടിലൊരു അന്വേഷണം നടത്തിയപ്പോൾ ആ വ്യക്തിയെ കണ്ടുപിടിച്ചു. വേണമെങ്കിൽ ഞാൻ ഒന്ന് ഹലോ വെച്ച് നോക്കി ആ സൗണ്ട് തിരിച്ചു വരുമോ നോക്കാം. ഹലോ 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 ഹലോ. ഈ കള്ളു പിടിച്ചെന്ന് പറഞ്ഞ വ്യക്തിനെ ശരിക്കും വിളിച്ചതുപോലെ ഭീഷണിപ്പെടുത്തിയാണോ വിളിച്ചത്? അതെങ്ങനെയാ, നാട്ടുകാരെല്ലാവരും പറഞ്ഞോ അതോ? അല്ല, ആ കള്ളുകുടിയന്റെ ഭാര്യ തന്നെ എന്നോട് വന്ന് പറഞ്ഞു, ചേച്ചി ഇങ്ങനെയൊക്കെയാണ്, അപ്പൊ ഞാനത് എന്താ ചെയ്യേണ്ട, കേസ് കൊടുക്കണോ, ഞാൻ എവിടാ കൊടുക്കണ്ടെന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഒരു കാര്യം ചെയ്യും, ഇന്ന് വൈകിട്ട് വന്ന് ബഹളമാണെങ്കിൽ നീ എന്റെ നമ്പറിൽ വിളിച്ചിട്ട് എന്നെ സാറേന്നേ വിളിക്കാവുള്ളൂ, നീ പെറ്റീഷൻ തന്നാന്നും പറയണോന്ന് പറഞ്ഞു. അന്നേരത്തേന് ഞാൻ പ്രതീക്ഷിച്ചൊന്നുമില്ല, 8:30 ആയപ്പോ വിളിച്ചപ്പം പെട്ടെന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി മാറി നിന്ന്. അവൻ അടുത്തുണ്ടോന്ന് ചോദിച്ചു. എന്നിട്ട് ഉണ്ട് സാറേ എന്ന് പറഞ്ഞു. എന്നാ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ വിളിച്ച ഞാൻ പറഞ്ഞു, ഈ സ്പോട്ടിൽ നിന്നെ പൊക്കിക്കൊണ്ട് വരും, മര്യാദക്ക് ഇരുന്ന നിന്റെ വെളച്ചിൽ എന്റെ അടുത്ത് നടക്കത്തില്ല, എല്ലാ ദിവസവും ഞാൻ നിന്നെ പോലീസ് സ്റ്റേഷനിൽ വരുത്തുന്ന പണി കഴിഞ്ഞ് നിനക്ക് തരണോടാന്ന് ചോദിച്ചു. വേണ്ട സാറേ, ഇനി ഞാൻ മര്യാദക്ക് ഇതാന്നൊക്കെ ഇവൻ പറഞ്ഞു. ഇതിന്റെ ഭാര്യയുടെ കൊടുക്കടാന്ന് പറഞ്ഞു. കൊടുത്തു. ഞാൻ പറഞ്ഞു, ഇവൻ ഇനി മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പാതി രാത്രി ആണെങ്കിൽ പോലും എന്നെ വിളിച്ചോണം. ആ സ്പോട്ടിൽ വന്ന് ഇവനെ ഈ കള്ള റാസ്കനെ ഞാൻ പൊക്കിക്കൊണ്ട് പോകുന്നു. കൊള്ളാം, ഒരു കുടുംബം രക്ഷിച്ചു. അങ്ങനെ കുറച്ച് നമ്പർ കൂടെ തരാം, നമുക്ക് കുറച്ച് ആൾക്കാരെ കൂടെ ഒന്ന് രക്ഷിക്കാനുണ്ട്. കൊള്ളായിരുന്നു. എന്തായാലും കോമഡി മാസ്റ്റേഴ്സിന്റെ ബാറ്ററി എത്രത്തോളം ചിരിപ്പിച്ച് നിങ്ങളെ രക്ഷിച്ചു എന്ന് നമുക്കിനി നോക്കിയാലോ? എന്ത് പറയുന്നു അളിയാ? നോക്കാം. ബാ. സന്തോഷായോ? സന്തോഷായോ സുചേച്ചി? സന്തോഷല്ലേ? 16,000. ഇനി ഇത് കയ്യോടെ കിട്ടണ്ടേ? അതിന് നമ്മൾ ആരോട് ചോദിക്കും? ബാങ്ക് ഓഫ് ബോംബെ. ഒരു റിവാർഡ് വന്നിട്ടുണ്ട്, ചുരണ്ടി നോക്കി വേണ്ട. 16,000 ക്രെഡിറ്റ് ആയിരിക്കാണ്. ഇനിയും തിരിച്ചു വരണം, ഇതുപോലെ തന്നെ പെർഫോം ചെയ്യണം, ഇതിലും തമാശകൾ നമുക്ക് തരണം. അപ്പം ഇതിലും കൂടുതൽ പൈസ നിങ്ങൾക്കും നേടാൻ പറ്റും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.